വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജോഷുവ തൻ്റെ അന്ത്യകാലം അടുത്തെന്ന് മനസ്സിലാക്കി ഇസ്രായേൽ ഗോത്രങ്ങളെയും അവരുടെ തലവന്മാരെയും ഷെക്കേമിൽ വിളിച്ചുകൂട്ടി. കർത്താവ് അവരുടെ പൂർവ്വപിതാക്കൾ മുതൽ ഓരോ അവസരത്തിലും എങ്ങനെ സംരക്ഷിച്ചുവെന്ന് തൻ്റെ അവസാനത്തെ ഉപദേശമായി നൽകി. അബ്രഹാത്തിൻ്റെയും നാഹോറിൻ്റെയും പിതാവായ തേരഹ് വരെയുള്ള നിങ്ങളുടെ പിതാക്കന്മാർ യൂഫ്രട്ടീസിനകരെ മറ്റു ദേവന്മാരെ സേവിച്ചു പോന്നു. കർത്താവ് അബ്രഹത്തെയും അവൻ്റെ സന്തതികളെയും വർദ്ധിപ്പിക്കുകയും ചെയ്തു. യാക്കോബും അവൻ്റെ സന്തതികളും ഈജിപ്തിലേക്ക് പോയി. കർത്താവ് മോശയെയും അഹ്റോനെയും അവിടേക്ക് അയച്ച് ഈജിപ്തിൻ്റെ മേൽ മഹാമാരികളയച്ച് നിങ്ങളെ അവിടെ നിന്ന് മോചിപ്പിച്ചു. നിങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് കടൽ വരെ വന്നു. അപ്പോൾ ഈജിപ്തുകാർ രഥങ്ങളോടും കുതിരപ്പടയോടും കൂടെ ചെങ്കടൽ വരെ നിങ്ങളെ പിന്തുടർന്നു. നിങ്ങൾ കർത്താവിനോട് വിളിച്ച് അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് ഇസ്രായേലരെയും ഈജിപ്തുകാരുടെയും ഇടയിൽ അന്ധകാരം വ്യാപിപ്പിച്ചു. കടൽ അവരുടെ മേലൊഴുകി അവർ മുങ്ങി മരിക്കാനിടയാക്കി. അനന്തരം ജോർദാന് മറുകരെ വസിച്ചിരുന്ന അമോര്യരുടെ നാട്ടിലേക്ക് കർത്താവ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു. അവർ നിങ്ങളോട് യുദ്ധം ചെയ്തെങ്കിലും നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും നിങ്ങളുടെ മുമ്പിൽ വെച്ച് കർത്താവ് അവരെ നശിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ മോവാബ് രാജാവായ ബാലാക്ക് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. നിങ്ങളെ ശപിക്കുന്നതിന് ബാലാമിനെ അവൻ ആളയച്ചു വരുത്തി. എന്നാൽ ബാലാം നിങ്ങളെ അനുഗ്രഹിച്ചു. അങ്ങനെ ബാലാക്കിൻ്റെ കരങ്ങളിൽ നിന്ന് നിങ്ങളെ കർത്താവ് മോചിപ്പിച്ചു. പിന്നീട് നിങ്ങൾ യോർദാൻ കടന്ന് ജെറീക്കോയിലെത്തി. അപ്പോൾ ജെറീക്കോ നിവാസികൾ അമോര്യർ, പെരീസ്യർ, കനാന്യർ, ഹിത്യർ, ഗിർഗാഷ്യർ, ഹിവ്യർ, ജബൂസർ എന്നിവർ നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്തു. എന്നാൽ കർത്താവ് അവരെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും കർത്താവ് നിങ്ങൾക്ക് തന്നു. ആകയാൽ കർത്താവിനെ ഭയപ്പെടുകയും ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ അവിടുത്തെ സേവിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ ജനം പ്രതിവചിച്ചു, നമ്മുടെ ദൈവമായ കർത്താവാണ് നമ്മുടെയും നമ്മുടെ പിതാക്കന്മാരെയും അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് കൊണ്ടുപോരുകയും നമ്മുടെ കൺമുമ്പിൽ മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും നാം പോയ എല്ലാ വഴികളിലൂടെയും കടന്നുപോയ എല്ലാ ജനതകളുടെ ഇടയിലും നമ്മെ സംരക്ഷിക്കുകയും ചെയ്തത്. ജോഷുവ 24 തിരുവചനം. ജോഷുവ മരിക്കുമ്പോൾ അവന് 110 വയസ്സായിരുന്നു. അവർ അവനെ എഫ്രായിം മലമ്പ്രദേശത്തുള്ള അവൻ്റെ അവകാശ സ്ഥലമായ തിമ്നാത്ത് സെറായിൽ സംസ്കരിച്ചു. ജോഷുവയുടെ പുസ്തകം ഇവിടെ അവസാനിക്കുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.